പ്രിയമുള്ളവരെ, ഇവിടെ ഈ ഒരു നാടിന്റെ ഉത്സവം പോലെ എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു ചെറിയ സംഭവമായിട്ട് ആരും കാണണ്ട. ഒരു പ്രദേശത്തുള്ള ജാതി മത രാഷ്ട്രീയ ഭേദമന്യുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൊണ്ട് നാട്ടിൽ അവശരായ, നിരാലംബരായ, പാവപ്പെട്ട, ജാതി മത ഭേദമന്യ മുഴുവൻ ആളുകളെയും വേണ്ട രൂപത്തിൽ ക്രിയാത്മകമായി സഹായിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തുന്ന ഒരു പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ തടത്തിൽ ഒലീവ് കൂട്ടായ്മ എന്ന് പറയുന്ന കാവനൂർ പഞ്ചായത്തിലെ ചെങ്ങര തടത്തിൽ ഒലീവ് കൂട്ടായ്മ, ഈ ഒലീവ് കൂട്ടായ്മയുടെ ഒരു ബിരിയാണി ചാലഞ്ചാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഇതിവിടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു പ്രൊഫഷണൽ ആയിട്ടല്ല, പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണെന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുള്ളതുകൊണ്ട് ഞാനിത് ഏതെങ്കിലും രൂപത്തിൽ ഒന്ന് ഒപ്പിയെടുത്തിട്ട് ഒപ്പിക്കാനുള്ള, ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇതുപോലൊരു പദ്ധതി, ഇതുപോലൊരു പ്രോജക്റ്റ് ഒരു നാടിന്റെ ഉത്സവമായിട്ട് എല്ലാ ജാതി, എല്ലാ രാഷ്ട്രീയം, എല്ലാ മതസംഘടനകളും ഒന്നിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി ഇത് വൻ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് ദിവസങ്ങളുടെ ഇതിന്റെ സംഘാടകരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടുള്ള ഒരു വിജയമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബിരിയാണി ഇന്നലെ രാത്രി തൊട്ട് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ബിരിയാണി തയ്യാറായി, അത് പാക്കിങ്ങിലേക്ക് വന്നു, പാക്ക് ചെയ്തു. ഇതിനൊക്കെ ഒരു കൂട്ടം ആളുകൾ, ഒരു കല്യാണം നടക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രൂപത്തിൽ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഇതിൽ 100% സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഇതിപ്പോ ഇവിടെ ഡെലിവറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡെലിവറി നടക്കുന്ന ഒരു രൂപം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന കൗണ്ടറാണ് നമ്മുടെ ഷിയാബ്, അതുപോലെ ഉണ്ണിൻകുട്ടി സാഹിബ്, അലി സാഹിബ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ ഇതിന്റെ അടുത്ത ഘട്ടം വരുന്നത്, ഇത് ക്ഷീണിച്ച ആളുകളൊക്കെ ഫുഡ് കഴിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് ഇവര് പാക്കിങ്ങും ബാക്കി വർക്കുകളൊക്കെ ആയിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഡെലിവറിക്ക് തയ്യാറാക്കിക്കൊണ്ട് വിവിധ വാഹനങ്ങളിൽ പുറത്ത് ഓട്ടോറിക്ഷ ഉണ്ട്, കാറുണ്ട്, സിപ്പ് ഉണ്ട്, ഇങ്ങനെ എല്ലാ വാഹനങ്ങളും നിരനിരയായിട്ട് നിൽക്കുന്നുണ്ട്. അതിലേക്കൊക്കെ ഓരോ ഭാഗത്തേക്കും ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് പാക്ക് ചെയ്ത് വിവിധ പെട്ടികളിലേക്ക് ആക്കുന്ന ഒരു പണിയിലാണുള്ളത്. ഇവിടെ നമ്മളെ ചെറിയ കുട്ടികളടക്കമുള്ള ആളുകൾ ഇതിന്റെ പാക്കിങ്ങിൽ വളരെയധികം സജീവമായിക്കൊണ്ട് എല്ലാവരും, ഇവിടെ ഒരു വ്യത്യാസമില്ല, മുതിർന്നവരും യുവാക്കളും കുട്ടികളും എല്ലാവരും ഇതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട്, ഇത് 12 മണിയാകുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റ് അവസാനിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിന് വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ. അബ്ബാസ് മാഷേ, അസ്സലാമു അലൈക്കും. നമ്മള് തടത്തില് എന്താ പറയാ, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കണം എന്നുള്ളതും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് 1-2 വാക്ക് സംസാരിക്കും. 2004 ഒലീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന രീതിയിലുള്ള ഈ തടത്തിൽ പ്രദേശത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ നിലയിൽ വരുന്നത്. 2004 കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1/4 നൂറ്റാണ്ട് പിന്നിട്ട് ഇത് പ്രവർത്തന സജ്ജമായി മുന്നോട്ട് പോകുക. അപ്പം ഇതിൽ പ്രധാനമായി ലക്ഷ്യമിടുന്നത് പാവപ്പെട്ടവരായ ആളുകളെ, നിർധനരായ, നിരാലംബരായ, അവശത അനുഭവിക്കുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ, കിടപ്പിലായ ആളുകളെ ഒക്കെ കൈകോർത്തിട്ട് അല്ലെങ്കിൽ കൈത്താങ്ങ് കൊടുക്കുന്ന ഒരു സാമ്പത്തിക സഹായം കൊടുക്കുന്ന ഒരു സേവന സന്നദ്ധ സംവിധാനമാണ് ഒലീവ് കൂട്ടായ്മ. അപ്പോൾ അതിന് സാമ്പത്തികമായി ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്. അടുത്ത കാലത്ത് ഇതിന്റെ ഒലീവിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ ആലോചിക്കുകയും ആ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബിരിയാണി ചലഞ്ച് എന്ന പേരിൽ ഒരു ചലഞ്ചിന് ഇതിന്റെ കൂട്ടായ്മയുടെ പ്രവർത്തകർ സന്നദ്ധമാണ്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബിരിയാണി ചലഞ്ചിൽ നിന്നും അതിന്റെ ചെലവ് കഴിച്ച് കിട്ടുന്ന ബാക്കി തുകകളൊക്കെ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പ്രയാസപ്പെടുന്ന ആളുകളുടെ കണ്ണീരൊപ്പാൻ, അവരെ കൂടെ നിൽക്കാൻ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക സഹായം, മിച്ചമുള്ള കാശൊക്കെ അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഒരു സംവിധാനമാണ്, ചെലവഴിക്കാമെന്നൊരു പ്രതീക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒലീവ് കൂട്ടായ്മയിൽ മറ്റെല്ലാ അതിർവരമ്പുകൾക്കപ്പുറം അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ സംഘടനക്ക് അതീതമായിട്ടുള്ള സംഘടനയുടെ ഒരു ബാഹുല്യമൊക്കെയുള്ള ഈ പ്രത്യേകിച്ച സാഹചര്യത്തിൽ അതിനൊക്കെ അതീതമായിട്ട് അവിടെയൊക്കെ നമ്മൾ ഒരു സഹജീവി സ്നേഹത്തിന്റെ മാതൃക, ഉദാത്തമായ മാതൃക എന്ന ഒറ്റൊരു കാഴ്ചപ്പാട്
ഈ ഒരു കൈത്താങ്, ഈ കൈക്കോർക്കൽ, ഈ കൈത്താങ് നിലനിൽക്കണം എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒലിവ് കൂട്ടായ്മയിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു സഹകരണവും സാന്നിധ്യവും ഉണ്ട് എന്നുള്ളതാണ് നമ്മളേറെ ഇത് സമ്പന്നമാക്കുന്നത്. അതിലപ്പുറം ഞങ്ങളൊന്നും ഇത് ഉദ്ദേശിക്കുന്നില്ല. ഈ കൂട്ടായ്മ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നിലനിൽപ്പായി അവരെ നമ്മൾ ചേർത്ത് നിർത്തുന്നതിനുള്ള ഒരു സംരംഭമായിട്ട് മാത്രമാണ് ഒലിവ് കൂട്ടായ്മ ഞങ്ങൾ കാണുന്നത്. കൺവീനർ എന്നവർക്ക് താങ്കൾക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച്, ഇതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച്, ഇതിന്റെ വ്യാപ്തിയെ കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ അത് കേൾക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഒലിവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചെയർമാനൊക്കെ സംസാരിച്ചത് ഞാൻ കേട്ടു. പിന്നെ വളരെ നേരത്തെ തന്നെ 30 വർഷം മുമ്പ് തന്നെ തുടങ്ങിയ ഒലിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് അന്ന് തന്നെ വീട് നിർമ്മാണം ഉൾപ്പെടെ പല ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തി വന്ന ഒരു സംഘമാണ്. അതിപ്പോ ഈ ബിരിയാണി ചലഞ്ചിലേക്ക് എത്തുന്നതിന്റെ ഇടയ്ക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായ പല പ്രവർത്തനങ്ങളും, ഒരു കിഡ്നി പേഷ്യന്റിന് നടത്തിയ കലക്ഷൻ ഉൾപ്പെടെ പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ 20ഓളം കുടുംബങ്ങൾക്ക് നമ്മൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എല്ലാ സംഘടനകളും എല്ലാ മതക്കാരും ഒരു ജാതി മത കക്ഷി ഭേദമന്യേ സഹകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിന്റെ ഒരു ചിത്രം. നമ്മളെല്ലാവരും പല സംഘടനകളാണ്, പല രാഷ്ട്രീയ പാർട്ടികളാണ്, പല നിലപാടുള്ളവരാണ്, പല ആദർശങ്ങളുള്ളവരാണ്. അതിൽ വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സഹകരിക്കാവുന്ന മേഖലകളിൽ പരമാവധി സഹകരിച്ചുകൊണ്ട് എങ്ങനെ പാവപ്പെട്ട ആളുകളെ കൂടി ചേർത്ത് പിടിക്കാം. അതുപോലെ ഒലിവിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസുകൾ, അവർക്കുള്ള പ്രചോദനങ്ങൾ, അവാർഡ് മീറ്റുകൾ വർഷം തോറും നടത്തിവരുന്ന ഒന്നാണ്. ഈ രീതിയിൽ എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള മേഖലകളെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന് പരമമായ ലക്ഷ്യം. ഇതൊരു ബിരിയാണി ചലഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ബിരിയാണി കഴിക്കൽ എന്നതിനപ്പുറം ഒരു സമൂഹത്തിലെ എല്ലാവർക്കും ഇൻവോൾവ് ആകാൻ റോള് ഉണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് കാശ് തരുന്ന ആളുകള്, സാധനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ആളുകള്, പാക്കിംഗ് ചെയ്യുന്ന ആളുകള്, അതേപോലെ ഇത് വിതരണം ചെയ്യുന്ന ആളുകള്, കുട്ടികള്, വിചാരിച്ചു കഴിച്ചുകൊണ്ട് ഇതിന്റെ വിതരണത്തിൽ പങ്കാളികളാവുന്ന കുട്ടികള്, എല്ലാവർക്കും ഒരുപോലെ ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. സ്കൂൾ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ധാരാളം സ്ത്രീകൾ അന്നത്തെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിലൊക്കെ നിങ്ങളുടെ വീട്ടിലെ ഉമ്മമാര് അത് സഹായിച്ച് ആ രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ എത്തി നിൽക്കുന്നു എന്ന സന്തോഷം നമ്മോട് പങ്കുവെക്കാണ്. അസ്സലാമു അലൈക്കും. ഇത് ബഹുമാനനായ ഉണ്ണിൻകുട്ടി സാഹിബാണ്, മുൻ കാവനൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം തരത്തിൽ സ്വദേശിയാണ്. അപ്പോ അദ്ദേഹം ഈ ഒരു ഒലിവ് കൂട്ടായ്മയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, ഇന്നത്തെ ഈ സാഹചര്യം ഇതൊക്കെ വിശദീകരിച്ച് അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകുന്നതാണ്. നമ്മള് ഒലിവ് കൂട്ടായ്മ വർഷങ്ങളായി രൂപീകരിച്ച സംഘടനയാണ്. അതിലെ രക്ഷാധികാരികളായിട്ട് അന്ന് കൂരുന്നുമ്പൽ മുഹമ്മദ് അലി ഹാജി, അതുപോലെ കോഴിക്കോടത്തിലെ അലവിയാക്ക, തടത്തിലെ അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയ ആളുകളായിരുന്നു. അന്ന് ആ രൂപീകരിച്ച കാലഘട്ടത്തിൽ നമ്മള് സ്വദേശത്തുനിന്നും പുറത്തുനിന്നൊക്കെ ആയിട്ട് ഫണ്ടൊക്കെ സ്വരൂപിച്ച് നമ്മുടെ പ്രദേശത്ത് കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് മരുന്ന് വാങ്ങാനുള്ള സഹായം, അതുപോലെ തന്നെ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ, കിറ്റുകൾ എത്തിച്ചു കൊടുക്കുന്ന പരിപാടി, അതുപോലെ തന്നെ മറ്റ് പെൻഷൻ പദ്ധതി, ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടിയാണത്. അത് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഇപ്പോ സാമ്പത്തികമായിട്ട് ലേശം പ്രയാസം അനുഭവിക്കുകയും അതുപോലെ തന്നെ സഹായം ആവശ്യമുള്ള ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്തപ്പോ നമ്മൾ ഇങ്ങനെ ഒരു പുതിയൊരാശയം ഉണ്ടാക്കി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിട്ട് ഫണ്ട് പരമാവധി സമാഹരിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. ഈ പരിപാടി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വളരെയധികം വിജയത്തിലെത്തിക്കാൻ സാധിച്ചു. നാട്ടുകാരുടെയും അയൽപ്രദേശങ്ങളുടെയും മുഴുവൻ ആളുകളുടെയും പൂർണ്ണ സഹകരണം ലഭിച്ചിട്ടുണ്ട്. ഈ ഇതുകൊണ്ടുണ്ടാകുന്ന ഫണ്ട് നമ്മള് പിന്നെ എല്ലാ വിഭാഗം ആളുകൾക്കും, ജാതി മത ഭേദമന്യേ എല്ലാ ആളുകൾക്കും ഈ സഹായം എത്തിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ഓക്കെ, ശരി. ഗുഡ് മോർണിംഗ്. നമസ്കാരം. പിന്നെ നമ്മളെ ഇത് ബഹുമാനപ്പെട്ട ചന്ദ്രേട്ടനാണ്. നമ്മുടെ തടത്തിൽ പ്രദേശം ഉൾക്കൊള്ളുന്ന വാർഡ്, കാവനൂർ പഞ്ചായത്തിലെ എത്രാമത്തെ വാർഡ്? 15ാം വാർഡ്, ചെങ്ങര പ്രദേശത്ത് തടത്തിൽ പ്രദേശം ഉൾക്കൊള്ളുന്ന 15ാം വാർഡ് മെമ്പറാണ് ബഹുമാനായ ചന്ദ്രേട്ടൻ.
ചന്ദ്രേട്ടൻ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഒലിവ് കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വളരെയധികം സഹകരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടാവും അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെങ്ങറ ഒലിവ് കൂട്ടായ്മ കുറെ കാലങ്ങളായിട്ട് നാട്ടിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിർധനരായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ട രോഗികളെയും വീടില്ലാത്തവരെയും സഹായിക്കുന്ന ഒരു പ്രവർത്തനം, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് ഏറ്റവും വലിയ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മളാരും സങ്കല്പിക്കാത്ത രീതിയിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കാവൂർ പഞ്ചായത്തിലെ ചെങ്ങറ 15-ാം വാർഡിൽ കടത്തിൽ നിവാസികളായിട്ടുള്ള ഒലിവ് കൂട്ടായ്മയുടെ പ്രവർത്തകർ എല്ലാവരെയും സമൂഹത്തെ പൂർണ്ണമായും കൂട്ടിച്ചേർത്തുകൊണ്ട് വിവേചനമില്ലാണ്ട് എല്ലാവരെയും സഹായിക്കുന്ന ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ഈ ഒലിവ് കൂട്ടായ്മയുടെ പ്രവർത്തകരെയും എന്റെ സംഘാടകരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ഈ കൂട്ടായ്മ ശാശ്വതമായി നിലനിന്നുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സുരേന്ദ്രൻ 3 ഈ ഭാവന ഇവരെല്ലാരും തിരക്കിലാണ്. ഈ ഒരു വലിയ ഒരു സംവിധാനത്തിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് പറയാൻ വേണ്ടിട്ട് ആരെ വിളിച്ചാൽ എല്ലാവരും തിരക്ക്. ആർക്കും 12 മണിയാകുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ എന്ന് മനസ്സിലായി. എന്തായാലും ഇതിനെ കുറിച്ചിട്ട് ഇതുവരെ ഒരു ഒറ്റ മനസ്സോടുകൂടി ഒരു ചെങ്ങലയിൽ കൊടുത്ത കണ്ണിയെ പോലെ ഓരോരുത്തരും എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ട് ഈ പ്രോജക്റ്റ് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പൊ ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്നാണ് അറിയാം. ഈ ഒലിവ് കൂട്ടായ്മ നമ്മൾ തുടങ്ങിയതാണ് സാധാരണക്കാരെ അടിയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയാണ്. നാട്ടിലൊരു ഒരുമയും ഐക്യവും ഉണ്ടാക്കാനും എല്ലാത്തിനും ഒരു അതിനുള്ള ഒരു സംവിധാനമാണിത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാവുന്ന നമ്മൾ ഇതിന് ജാതിയോ മതമോ നമ്മുടെ പ്രദേശത്ത് സകല രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, സകല മതസംഘടനകളുണ്ട്. അതിലൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാവരും ഐക്യത്തോടു കൂടി പോകണമെന്നുള്ള ഒരു ഒരുമയോട് കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ്. അതിന് മുന്നോടിയാക്കിയ 20 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ദുരിത ചലഞ്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാ ശരി, താങ്ക് യു. ഓക്കെ, ഈ നമ്മുടെ ഈ ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒലിവ് കൂട്ടായ്മയുടെ ഈ പ്രോജക്ട് ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചെറിയ വാക്കുകളിൽ പറഞ്ഞാൽ നമുക്കത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ആദ്യമായിട്ട് അസ്സലാമു അലൈക്കും, നമസ്കാരം. ചെങ്ങറ തടത്തിൽ ഒലിവ് കൂട്ടായ്മയുടെ ഒരു ചാരിറ്റിയുടെ ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. ചെങ്ങറ തടത്തിൽ കൂട്ടായ്മ ഒലിവ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരു 100-150 വീടുകൾ അടങ്ങുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ അതിന്റെ അടുത്ത പ്രദേശമായ ചെങ്ങറ, ചക്കുളം, അതേമാതിരി ഇളയൂര്, മാടാരുണ്ട്, അവിടുന്നൊക്കെ എല്ലാ ആളുകളൊക്കെ സഹകരിച്ചിട്ടാണ് നമ്മൾ വളരെയധികം നല്ല നിലയിൽ മുന്നോട്ട് പോണത്. അപ്പൊ നമ്മള് ഈ ഒലിവ് കൂട്ടായ്മയുടെ ബിരിയാണി ചാലഞ്ച് ആദ്യ ഡെലിവറി കൊടുത്തുകൊണ്ട് ഇത് ആരംഭിക്കുകയാണ്. ഇനി അസ്സലാമു അലൈക്കും. പിന്നെ ഞാനിവിടെ വന്നപ്പോ കാണാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാല് ഈ തടത്തിൽ പ്രദേശത്ത്, ഈ ചെങ്ങറ പ്രദേശത്തിന്റെ ഒരു ഉത്സവമായിട്ടാണ് ഈ സംഭവം കാണാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്താണെന്നുള്ളതൊന്ന് വിവരിക്കാവോ? നമ്മൾ ഏകദേശം ഒരു 10-25 വർഷം മുമ്പേ നാട്ടിൽ ഇന്ന് കാണുന്ന ഈ മൊബൈൽ ചാരിറ്റി മറ്റുള്ളതൊന്നും ഇല്ലാത്ത കാലത്ത് ഒരുപാട് നിർദ്ധരായ രോഗികളെ സഹായിക്കാനൊന്നും മറ്റുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾ കൂടുതലുള്ള ഈ നാട്ടില് രൂപം കൊണ്ടത്. അന്ന് ബ്ലഡ് ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ള യുവാക്കൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ സഹായിക്കാനും കൂടെയാണ് നമ്മളൊരു ഇങ്ങനെ ഒരു ചാരിറ്റി കൂട്ടായ്മ ഉണ്ടാക്കിയത്. അന്ന് മുതലേ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ ഒരു പരിശ്രമം എന്നുള്ള കൂട്ടായ പരിശ്രമം എന്നുള്ളവർക്ക് പലരെയും സഹായിക്കാനും വീട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒന്നും കൂടി വിപുലമായിട്ട് ഇപ്പോഴത്തെ സമയത്ത് ഒരു ബിരിയാണി ചലഞ്ചൊക്കെ വെച്ചിട്ട് ഒരുപാട് നിർധനരായ ആളുകൾ, അതായത് ഇപ്പോഴും വീട്ടിൽ ദിവസവും പണിക്ക് പോകാനോ മറ്റു ജോലി ചെയ്യാനോ പറ്റാത്ത ആളുകൾക്ക് ഒരു ദിവസം ഒരു മാസ സഹായം എന്ന രൂപത്തിൽ അങ്ങനെയും അല്ലാതെ സ്പെഷ്യലായിട്ട് രോഗികളായിട്ട് വരുന്ന അവർക്ക് ഒരു കൈസഹായം എന്നുള്ളത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി സാമ്പത്തികം സമാഹരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചലഞ്ച് ഉദ്ദേശിച്ചത്. അത് ഈ നാട് മൊത്തം ഏറ്റെടുത്തൊരവസ്ഥയിലാണ്. അതിന്റെ ഒരു ഫൈനലാണ് ഇന്നത്തെ ഈ പരിശ്രമവും ഈ ആഘോഷവും എന്നതാണ് പറയാനുള്ളത്. ഇവിടെ എല്ലാവരും തിരക്കിലാണ്, ആർക്കും ഒരു മിനിറ്റ് ഒഴിവില്ല, ഒരു അഭിമുഖം എടുക്കാനൊന്നും ഒഴിവില്ല. അപ്പൊ നിങ്ങളെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ 2 ഭാഗത്തിനെ കുറിച്ച് പറഞ്ഞാൽ. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായി
ബിരിയാണി ചലഞ്ച് നടത്താൻ തീരുമാനിക്കുകയും അതിന് ഒരു ആശങ്ക വന്നെങ്കിലും നല്ല വിജയകരം. ഈ തടത്തിൽ ഒലീവ് കൂട്ടായ്മയുടെ ഈ ബിരിയാണി ചാലഞ്ചും അതുമായി ബന്ധപ്പെട്ട സഹായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞാൽ. നമ്മൾ പറയാൻ ഒരുപാട് വർഷമായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണിത്. പക്ഷെ ഇത്രയും ചെലവാക്കിയിട്ട് ഇത്രയും നല്ലൊരു പരിപാടി നടത്താൻ നമുക്ക് സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ജലീൽക്ക, അസ്സലാമു അലൈക്കും. ഈ ഒരു വലിയ കൂട്ടായ്മയുടെ ഈ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത് ഒന്ന് പറയും? തീർച്ചയായിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ച പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതാണ്. വൃദ്ധരായ രോഗികളെ, പിന്നെ വിധവകളെ, അനാഥരെ ഇവരെ സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ തടത്തിലെ വലിയ കൂട്ടായ്മയുടെ ഒരു സജീവ പ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച്, ഈ ഒരു ആശയത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അസ്സലാമലൈക്കും പ്രിയമുള്ളവരെ, ഞാൻ അഷ്റഫ് ചെങ്ങര തരത്തില് 2004 സെപ്റ്റംബറിലാണ് നമ്മൾ കൈക്കോർക്കാം എന്ന ഒരു സംരംഭമായിട്ട് ഒലീവ് എന്ന കൂട്ടായ്മ തടത്തിൽ പ്രദേശത്ത് ഗുരുതരായ രോഗികൾ, അതേപോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ, അങ്ങനെ പല മേഖലയിലും പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു കൂട്ടായ്മ ഒരു താങ്ങുന്ന നിലയ്ക്ക് തുടങ്ങിയ സംരംഭമാണ്. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആർക്കും ഒരു വിഷമല്ലാതെ എല്ലാവരും ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചുരുങ്ങിയ വാക്കുകളിൽ ഇത് ഞങ്ങളുടെ ഈ ഒലീവ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം നമ്മൾ തുടക്കം കുറിച്ചത് നമ്മുടെ യശശരീരനായ അസം മഹമ്മൂദ് കുരിക്കളാണ് പ്രചോദനം. അങ്ങനത്തെ അന്ന് തന്നെ ഞങ്ങൾ ആദ്യമായി ഫസ്റ്റ് അസം മഹമ്മൂദ് കുരിക്കളെ സമീപിക്കുകയും അവരാണ് നമ്മൾക്ക് ആദ്യ ഗഡു അല്ലെങ്കിൽ സംഭാവനയായി തന്ന് നിങ്ങൾ വിജയിക്കും എന്ന് പറഞ്ഞൊരു ആശീർവാദം തന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ നാട്ടിലുള്ള അശരണരായ ആൾക്കാർ, കൂടുതൽ വിധവകളും അതേമാതിരി പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിക്കുന്ന ആൾക്കാർ, ഇങ്ങനത്തെ ആൾക്കാരെ സഹായിക്കണം എന്ന് നമ്മൾ തോന്നുകയും സംഘടനക്ക് അതീതമായിട്ട് പ്രത്യയശാസ്ത്രങ്ങളുടെ അതിരുകളില്ലാതെ ഞങ്ങൾ എല്ലാവരും യോജിച്ചു ഇപ്പോഴും നമ്മൾ ഒരു അവാന്തര വിഭാഗങ്ങളായിട്ടുള്ള ആൾക്കാരെ ഒന്നും പരിഗണിക്കാതെ നമ്മൾ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി ഞങ്ങൾ നിലകൊള്ളാണ്. അതിന്റെ വിജയമാണ് ഇപ്പൊ ഈ കാണുന്നത്. അത് ഞങ്ങള് ഒരു 25 വർഷം മുമ്പാണ് ഈ വലിയ കൂട്ടായ്മ നാട്ടില് മറ്റ് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മതോ ജാതി ഒന്നും നോക്കാതെ ഒരു പൊതുവായിട്ടുള്ള ഒരു കൂട്ടായ്മ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് പോരുകയാണ്. അപ്പൊ അതിനിടയിൽ ഈ ഇങ്ങനെ സാമ്പത്തികമായിട്ട് എല്ലാ മാസങ്ങളും ഇങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നത് തന്നെ നമ്മളെ ഫണ്ട് കുറച്ച് ലോസായി വന്നപ്പോ, നഷ്ടമായി കമ്മിയായിട്ട് വന്നപ്പോ ഒരു എന്തെങ്കിലും ഒരു നല്ലൊരു രൂപത്തിൽ സാമ്പത്തികമായിട്ട് നമുക്കൊന്ന് സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു വലിയ കൂട്ടായ്മ നമ്മളൊരു ബിരിയാണി ചലഞ്ച് വെച്ചാലോ എന്നുള്ളൊരു ആലോചന വന്നു. വളരെയേറെ സന്തോഷമുണ്ട്. അവസരമായി കിടക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യമേകാം എന്ന ഉദ്ദേശത്തോടു കൂടി കാലങ്ങളായിട്ട്, ഇന്നും ഇന്നലും തുടങ്ങിയതല്ല, ഇങ്ങനെ ഒരു ബിരിയാണി ചലഞ്ച് ഇന്ന് വെച്ചത് 10-18 വർഷത്തെ ഒരു ഫീഡ്ബാക്ക് ഇതിനുണ്ട്. ഒലീവിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക്, മുഴുവൻ ആളുകൾക്കും അതിനെ കുറിച്ചിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത് ഇത്ര ജനകീയമായിട്ട് മുന്നേറുന്നത്.